ഹലോ വെൽക്കം ടു അവർ ചാനൽ വെൽക്കം ടു ന്യൂ വീഡിയോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയൽ ഫ്ലവർ ഗാർഡനായ ദുബായ് മിറാക്കിൾ ഗാർഡനിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദുബായ് മിറാക്കിൾ ഗാർഡൻ ഇതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇറ്റ്സ് എ റിയൽ മിറാക്കിൾ ഇൻ ദ സെൻസ് നമുക്കറിയാം UAE ഈസ് എ ഡെസർട്ടഡ് പ്ലേസ്, മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ 150 മില്യൺസിൽ കൂടുതൽ റിയൽ ഫ്ലവേഴ്സുള്ള ഒരു ഗാർഡൻ, അതും ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മിറാക്കിളാണ്, ഒരു അത്ഭുതമാണ്. അത്ഭുതത്തിനേക്കാൾ ഉപരി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കുറവുകളുണ്ടായിരിക്കും അല്ലേ. ആ കുറവുകളെയൊക്കെ നമുക്ക് വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ അംബീഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന ഒരു റിയൽ മോട്ടിവേഷൻ കൂടിയാണ്, ഒരു റിയൽ എക്സാമ്പിളാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ. സോ വെൽക്കം ടു മിറാക്കിൾ ഗാർഡൻ. രാവിലെ 9 മണിക്കാണ് എൻട്രൻസ്. ഞാൻ 9 മണിക്ക് മുന്നേ തന്നെ എത്തി. ഷാർപ്പ് 9 തന്നെ ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് കയറി. ഗേറ്റിന് പുറത്ത് വെച്ച് പോലും നമുക്ക് ഫോട്ടോ ക്ലിക്ക് എടുക്കാണ്ട് അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. ഗേറ്റിന് പുറം വശം പോലും അത്ര മനോഹരമാണ്. വെൽക്കം ടു മിറാക്കിൾ ഗാർഡൻ വൺസ് അഗെയിൻ. അകത്തെ കാഴ്ചകൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തികയാണ്ട് പോവും. അത്ര മനോഹരമാണ്, അത്ര സൂത്തിങ് ആണ് കണ്ണിനും മനസ്സിനും ഒക്കെ. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞു പോകും. ഗ്രാസ് കൊണ്ടും പൂക്കൾ കൊണ്ടും എന്തൊക്കെ ഫിഗേഴ്സാണ് മിറാക്കിൾ ഗാർഡൻ അകത്ത് ഉള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് മുന്നേ ഞാനൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കാനായി ഒരു ഷോപ്പിലേക്ക് പോയി. കുറേ കടകളുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ ഫ്ലവർ ഹാറ്റ്സ്, ബീച്ച് ഹാറ്റ്സ്, അംബ്രല, ടോയ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. കോഫി ഷോപ്സ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനം സെൽഫി സ്റ്റിക്കും എനിക്ക് കിട്ടി. ഈ ഷോപ്പുകളുള്ളത് അതിവിശാലമായ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉള്ളിലാണ് കേട്ടോ. ഇത് നോക്കൂ, ഇറ്റ്സ് എ ഹാങ്ങിങ് ഗാർഡൻ്റെ ഏറ്റവും ടോപ്പിൽ വള്ളികളാണ് കേട്ടോ. അതിന് തൊട്ട് താഴെയുള്ളത് വെയിൽ തീരെ അടിക്കാതിരിക്കാനുണ്ട് പല കളറിലുള്ള കുടകളാണ് ഇങ്ങനെ നിരത്തിയിട്ടുള്ളത്. ഈ കുടകൾക്ക് മുകളിൽ വള്ളികൾ ഇങ്ങനെ നിറച്ച് പടർത്തിയിട്ടിട്ടുണ്ട്. അതിന് താഴെ നമ്മളുടെ ഈ കാണുന്നത് പോലെ വിശാലമായ ഒരു ഏരിയയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഷിപ്പാണ്, ഒരു ബോട്ടാണ്. അതിൽ നിറച്ച് ചെടികളാണ്. ഇത് ഒരുപാട് ചെയേഴ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ കോഫിയോ ജ്യൂസോ എന്ത് വേണമെങ്കിലും എൻജോയ് ചെയ്യാം. ഇതൊന്നുമില്ലാന്നുണ്ടെങ്കിലും ഇവിടെ ഒരുക്കി ഇരുന്നാലും കുറേ സമയം അവിടെ ഇരിക്കാൻ തോന്നുന്ന അത്ര മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. ഇതുപോലെ ഗ്രാസിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആനിമൽ ഫിഗേഴ്സ് മിറാക്കിൾ ഗാർഡൻ്റെ പല ഭാഗത്തും കാണാം കേട്ടോ. പൂച്ചക്കുട്ടന്മാരും ആനക്കുട്ടന്മാരും ടെഡി ബിയേഴ്സും ഒക്കെ ഗ്രാസിലും അതിമനോഹരമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ച ഷോപ്പ്. ഇതാണ് നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു വാസ്റ്റായിട്ടുള്ള ഒരു ഹാങ്ങിങ് ഗാർഡൻ ഏരിയ. ഈ കാണുന്നത് ഒരു ഗേറ്റ് പോലെയാണ്. ഒരു മരത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഗേറ്റ് പോലെയാണ്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും 2 അരയണങ്ങളാണ് ഫ്ലവേഴ്സിലും ഗ്രാസിലും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിറാക്കിൾ ഗാർഡൻ്റെ ഒരു ടോപ്പ് വ്യൂ ഈ കാണുന്ന ഈ ഒരു ഫ്ലവർ ടവർ, നമ്മൾ ഈ കാണുന്ന ഫ്ലവർ ടവറിലേക്ക് ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറിയാൽ മിറാക്കിൾ ഗാർഡൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണാം. നിങ്ങൾക്ക് ടിക്ടോക്ക് ചെയ്യണമെങ്കിലും, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടണമെങ്കിലും, FB ഇടണമെന്നുണ്ടെങ്കിലും, വെറുതെ വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിലും, നിറച്ച് ഫോട്ടോസ് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിലും എല്ലാവരും കം ആൻഡ് വിസിറ്റ് മിറാക്കിൾ ഗാർഡൻ. അത്രയ്ക്ക് എവിടെ തിരിഞ്ഞാലും ഫോട്ടോയ്ക്ക് വേണ്ടുന്ന സ്പോട്ടുകളാണ് ഇവിടെ. നിറച്ച് നടന്ന് കാണാനുള്ള സ്ഥലമാണ് കേട്ടോ മിറാക്കിൾ ഗാർഡൻ. അപ്പോൾ നമുക്ക് നടന്ന് ക്ഷീണിച്ചാൽ ഇരിക്കാനുള്ള ചെയേഴ്സ് എല്ലാ സ്ഥലത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറിൽ ഇപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ടോ, ആനിമൽസിൻ്റെ ഗ്രാസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. ഈ ഡാൻസിങ് ഫ്ലവർ ലേഡി, ഇതിലൊരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കിനൊപ്പമാണ് ഈ ഡാൻസിങ് ലേഡി ഇങ്ങനെ തിരിയുന്നത്. ഇതാണ് ആ മ്യൂസിക്.
ഏതൊരു ഫാഷൻ ഡിസൈനർ ഉണ്ടാക്കുന്നതിലും മനോഹരമായ സ്കേർട്ടാണ് ഈ ഡാൻസിങ് ഫ്ലവർ ലേഡി ഇട്ടിരിക്കുന്നത്. ഞാനങ്ങനെ ടോപ്പ് വ്യൂ കാണാനായിട്ട് ഈ ഒരു ഫ്ലവർ ടവറിലേക്ക് കയറി. ശരിക്കും ആളുകൾ ഇവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു സ്റ്റെപ്സ്, മുകളിലേക്ക് കയറുന്ന ഈ ഒരു സ്റ്റെപ്സ്. 2 ഫ്ലോറായിട്ടാണ് ഈ ഒരു ടവർ, ഈ ഒരു ഫ്ലവർ ടവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലും നിന്ന് നമുക്ക് കാണാം, സെക്കൻഡ് ഫ്ലോറിൽ നിന്നിട്ടും നമുക്ക് ഈ വിഷ്വൽസ് കാണാം. ഫ്ലവർ ടവറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഈ കാണുന്നത് പൂക്കൾ കൊണ്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസ് ആണ്. ഈ എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഭയങ്കര ഒറിജിനാലിറ്റി ആണ് കേട്ടോ. നമ്മൾ പല ഫിഗേഴ്സിനകത്ത് ഇവിടെ കാണുന്നുണ്ടെങ്കിലും ഈ എമിറേറ്റ്സ് എയർലൈൻസിന് ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ഇത് ഒരു ഒറിജിനൽ ആണോ എന്ന് നമ്മൾക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് ഇതിന്. ഈ വിങ്സിലേക്ക് ഫാനൊക്കെ കറങ്ങുന്നുണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഇവരുടെ ഒരു വിഷൻ, ഇവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആണ്. ഇത് നിങ്ങൾ കണ്ടാൽ ഫ്ലൈറ്റ് അല്ല, ഇതൊരു ഫ്ലവർ കൊണ്ടുള്ള ഒരു എന്താ ഒരു ആർട്ടിസ്റ്റിക് പീസാണെന്ന് പറയുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അത്ര മനോഹരമായിട്ടുണ്ട്. ഈ കാണുന്ന ലവ് ആർച്ചുകളില്ലേ, ഈ കാണുന്നത് ഇത് ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മിറാക്കിൾ ഗാർഡൻ എന്ന് അടിച്ചു നോക്കിയാൽ ഈ ഒരു ലവ് ആർച്ചുകളുടെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, എനിക്ക് തോന്നുന്നു മൂവി ജെന്റിൽമാനാണെന്ന്, ഇവിടെ വന്നിട്ട് ഒരുപാട് ഒരു സോങ് സീക്വൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കണ്ടിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഞാൻ പോവുകയാണ്. കുറച്ചും കൂടെ ഉയരത്തിൽ നിന്ന് ആ എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഒരു വിഷ്വൽ, ആ ലവ് ആർച്ചും കാണണമെന്ന് എനിക്ക് തോന്നി. ആൻഡ് പരിസരത്തെങ്ങും ആരും ഇല്ലാത്തപ്പോൾ മാത്രമേ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാസ്ക് മാറ്റാറുള്ളൂ എന്ന് പ്രത്യേകം പറയണു. ഇത് മറ്റൊരു ഡയറക്ഷനിലുള്ള ആ ഒരു ടോപ്പ് വ്യൂ ആണ്. ഫൗണ്ടനാണ് കേട്ടോ, വെറും ഫൗണ്ടൻ അല്ല, ആനയുടെ തുമ്പിക്കയിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു ഫൗണ്ടനാണിത്. ഇങ്ങനെ ഓരോ കാഴ്ചകളും നമുക്കിങ്ങനെ മുകളിൽ കയറി നിന്ന് കണ്ടിട്ട് ഈ ഡയറക്ഷനിലേക്ക് അടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് താഴെ ഇറങ്ങി പോകാൻ പറ്റും. അങ്ങനെ ഞാൻ കണ്ടത് ഒരു ഗാർഡൻ ഏരിയ, എല്ലാം ഗാർഡനാണ്, പക്ഷേ ഊഞ്ഞാലുകൾ നിറച്ചിട്ടിട്ടുള്ള ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ടെഡി ബിയറിൻ്റെ ഫിഗറുള്ള ഒരു ഗാർഡൻ ഏരിയയിലേക്കാണ് ഞാൻ കയറി. കുറേ സമയം ആ ഊഞ്ഞാലിരുന്ന ആരായാലും ആടും, ഞാൻ മാത്രമല്ല കേട്ടോ. കാരണം പൂക്കളുടെ ഇടയിലുള്ള ഇങ്ങനെ ഇരുന്ന് ഉള്ള ഈ ഒരു ഊഞ്ഞാലാട്ടം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പൂക്കൾ മാത്രമല്ല, നല്ല നല്ല മ്യൂസിക്കാണ് ആ ഏരിയയിൽ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്ന. ഇങ്ങനെ ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും. വെയിലിൽ കുറച്ചും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ വെയിലത്ര തീക്ഷ്ണമായിരുന്നില്ല, വിൻ്റർ ആയിരുന്നത് കൊണ്ട്. വെയിലുണ്ടെന്നേ ഉള്ളൂ, അധികം ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എല്ലാ കാഴ്ചയും. ഇത് റിയൽ അല്ലാട്ടോ, ഇറ്റ്സ് നോട്ട് റിയൽ. ഈ ഒരു നിമിഷം, ഈ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ നിമിഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ ആ നിമിഷം വരെ ഒറിജിനൽ എന്ന് കരുതിയിരുന്ന ഫ്ലൈറ്റ് ഒറിജിനൽ അല്ല എന്ന്.
അത്രമാത്രം പെർഫെക്ഷൻ ഈ ഫ്ലൈറ്റിലുണ്ട്. പക്ഷേ ശരിക്കും അതിന് താഴെ വന്നപ്പോൾ ഓക്കെ, വിങ്സിൻ്റെ അടിയിലൊക്കെ ഒറിജിനൽ ആണോ എന്നിട്ടും ഒരു ഡൗട്ടാണ് തോന്നിയത് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഗാർഡനുള്ളിൽ പല സ്ഥലത്തും സാനിറ്റൈസേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, സെൻസറാണ് കേട്ടോ. നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തൊടേണ്ട ആവശ്യം പോലും ഇല്ല. ഏകദേശം ഒരു 3 hours നടന്നു കഴിഞ്ഞപ്പോൾ സോനൂട്ടന് വെള്ളം കുടിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു ഷോപ്പിൽ നിന്ന് ജ്യൂസും വാട്ടറും ഒക്കെ വാങ്ങിച്ച് കുറേ സമയം അവിടെ റിലാക്സ് ചെയ്തു. നല്ല തണലുണ്ടായിരുന്നു, റൂഫ് ഉണ്ടായിരുന്നു കേട്ടോ, തണലത്തായിരുന്നത്. റൂഫിൻ്റെ മുകളിൽ നമുക്ക് കാണാം ഒരു സർക്കിളും കുറേ ഫ്ലവേഴ്സും. ഞാൻ ഒരു ചെറിയ ജ്യൂസ് കുടിക്കണം, പൊമഗ്രനേറ്റാണ്, അനാറാണ് കേട്ടോ. നല്ല ആ അനാറിൻ്റെ ടേസ്റ്റ് മാത്രമായിരുന്നു, അതായത് ഒരു തുള്ളി പോലും പഞ്ചസാര ഇട്ടിരുന്നില്ല കേട്ടോ. ഒറിജിനൽ അനാറ് തിന്നുന്ന പോലെ ആ ഒരു ചവർപ്പും കയ്പും ഒക്കെ ഉണ്ട്. അപ്പം വിശ്വസിച്ച് നമുക്ക് കുടിക്കാമെന്നതിന് തെളിവ് ആയി. 3 മണിക്കൂർ നടന്ന ഒരു ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ ക്ലബ് കാറിൽ കയറി ഗാർഡൻ ഫുള്ള് ചുറ്റി കണ്ടു കേട്ടോ. ഒന്നും മിസ്സാവരുത് എന്ന വാശിയുള്ളത് കൊണ്ട് ഫുള്ള് ചുറ്റി കണ്ടു. അത് ആ കാഴ്ചകളിലൂടെ നമുക്കിനി ഇങ്ങനെ പോവാം. ഇടയ്ക്കിടയ്ക്ക് പല നല്ല സ്ഥലങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കാഴ്ചകൾ കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. നമ്മൾ ആദ്യം കണ്ട ഡാൻസിങ് ലേഡിയില്ലേ, അതുപോലുള്ള ഡാൻസിങ് ലേഡീസിൻ്റെ, ഫ്ലവർ ലേഡീസിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരേപോലെ സുന്ദരികളും ഒരേ മ്യൂസിക്കിന് താളത്തിൽ ഡാൻസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പല ഷോപ്സും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ചുറ്റും, ഈ ഗാർഡൻ്റെ ചുറ്റിനും ഒരുപാട് ഷോപ്പുകളുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ആ ക്ലബ് കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഷൂട്ട് ചെയ്യും. നമ്മൾ വന്ന എൻട്രൻസ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ കയറി എൻട്രൻസ് എത്തി. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ലായിരുന്നു, അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്ന ക്യൂട്ടീസിനെ കണ്ടോ? ഇപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ കുറച്ചില്ലേ നന്നു ആലാ കേട്ടത് 2 പാരൻസ് കുട്ടികൾ കളിപ്പിക്കുന്ന. നീ വിളിക്കുന്നു ഈ സൈഡിൽ കിട്ടും. Hello. Madam. How? ഇങ്ങനത്തെ വീടുകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു ദിവസമെങ്കിലും ഈ ഒരു വീട്ടിന് ഉള്ളിൽ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിലും എന്ന് ആഗ്രഹിക്കും നമ്മൾ. കോഫി ഷോപ്പുകളും ജ്യൂസ് ഷോപ്പുകളും മാത്രമല്ല കേട്ടോ, ഈവൻ അബായ ഷോപ്പുകൾ വരെ മിറാക്കിൾ ഗാർഡനകത്തുണ്ട്. ശയ്യ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ശരങ്ങൾ കൊണ്ടുള്ള ബെഡ് അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൂക്കൾ കൊണ്ടുള്ള ബെഡ്. ഇനി കാണാൻ പോകുന്ന ലവ് ഷേപ്പിലുള്ള ആർച്ചിനുള്ള ടേബിൾ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്നു ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ നിന്ന് കോഫിയോ ജ്യൂസോ വാങ്ങിച്ച് സ്വസ്ഥമായിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗാർഡൻ്റെ ഈ ഒരു ഏരിയ കേട്ടോ. ശരിക്കും ഒരു യൂറോപ്യൻ തെരുവിലൂടെ പോകുന്ന പോലുള്ള ഒരു എഫക്റ്റ് തരുന്ന ഒരു ഏരിയയാണ് ഗാർഡൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഭാഗം. നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാതിരിക്കാൻ കഴിയില്ല.
ഇങ്ങനെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും മനസ്സും കണ്ണും നിറച്ച് ഒരു പകുതി ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ ഡെസ്റ്റിനേഷനാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ. രാത്രി വന്നാൽ ഉണ്ടാകുന്ന കാഴ്ചകൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും, കുറച്ചും കൂടെ മനോഹരമായിരിക്കും ലൈറ്റും കൂടെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും യു എയിലുള്ളവർ തീർച്ചയായും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ. അഥവാ നിങ്ങളൊരു ടൂറിസ്റ്റാണ്, നിങ്ങൾ ദുബായ് കാണാൻ യു എ കാണാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനിൽ തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഒരു മടക്കയാത്ര എല്ലാ യാത്രകൾക്കും അനിവാര്യമായതുകൊണ്ട് മാത്രം തൽക്കാലം ദുബായ് മിറാക്കിൾ ഗാർഡന് വിടാം. നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ ഇറങ്ങുവാണ്. നമ്മൾ ലൈവ് ഇട്ടിരുന്നു, അത് തുടങ്ങിയ സ്ഥലമാണിത്. അപ്പം യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കണം. യെസ്, സെൻസറാണ്, തൊട്ടതേ ഉള്ളൂ, ഒന്നും തൊട്ടില്ല, കൈ വെച്ചതേ ഉള്ളൂ. ആ ठीक ആ എന്തോ സാനിറ്റൈസറിനെ എടുത്തല്ലോ. ബൈ ടു മിറാക്കിൾ ഗാർഡൻ. അപ്പോൾ ഞങ്ങൾ മടങ്ങുകയായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാഴ്ചകൾ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു കമൻറ്റും കൂടി ഇടണം കേട്ടോ. അകത്തേക്ക് കയറിയപ്പോൾ എടുത്ത ഫോട്ടോ പോലെ ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ടേക്ക് കെയർ, ലവ് യു ആൾ.